ഹൈക്കമാൻഡ് കീഴടങ്ങി. വി.ഡി. സതീശൻ പറഞ്ഞു സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും. എന്റെ പ്രസിഡന്റായിരുന്ന ആളാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതൃത്വമാക്കിയ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാർത്ത കിട്ടിയത്? എന്ത് മര്യാദകേടാണ് നിങ്ങൾ ചെയ്തത്? ഒരാളും പറഞ്ഞില്ല, അപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് പരിഭവം പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളായിട്ട്, എല്ലാവരോടുമല്ല. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസിനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ആക്രമിക്കുകയാണ്. ഒരു ചാനൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 40ഓളം വ്യാജ വാർത്തകളാണ് കോൺഗ്രസിനെതിരെ ഉണ്ടാക്കിയത്. അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കി നുണബോംബാണ്. ഒരു 2 മണിക്കൂറിന്റെ ആയുസ് പോലും ഇല്ല. ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് പേര് പറയാൻ ഭയമൊന്നുള്ള ആളല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പേരൊന്നും പറയാൻ പേടിയുള്ള ആളൊന്നുമല്ല ചാനലിൽ. പക്ഷെ ഞാൻ പറയുന്നില്ല, എന്റെ ഔചിത്യം കൊണ്ട് ഞാൻ പറയുന്നില്ല. 40ഓളം വാർത്തകൾ. മിനിഞ്ഞാന്ന് രാവിലെ ഈ ചില ചാനലുകൾ വാർത്ത കൊടുത്തു, മുഖ്യധാരാ ചാനലുകൾ അത് ഏറ്റെടുത്തു. എന്താ പറഞ്ഞത്? സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും. അപ്പൊ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, MP-മാരും മത്സരിക്കുന്ന കാര്യം കേരളത്തിലെ നേതാക്കളല്ല തീരുമാനിക്കുന്നത്, അത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞു, MP-മാർക്ക് മത്സരിക്കാൻ താല്പര്യമുള്ളവരും അവർ മത്സരിക്കണം. അവരുടെ താല്പര്യം മാത്രമല്ല, ചിലർ അവർ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു തീരുമാനം എടുത്തു തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും എന്ന് വാർത്ത കൊടുക്കുമ്പോൾ ഒരു തീരുമാനവും ഡൽഹിയിൽ എടുത്തിട്ടില്ല. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങളറിയാതെ എല്ലാത്തിലും വാർത്ത വരിക. രാത്രിയായപ്പോൾ നിങ്ങൾ നേരെ മാറി. എന്നിട്ട് പറയാം സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കില്ല. അപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല അവർ മത്സരിക്കില്ല എന്ന്. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല, അപ്പോഴും മത്സരിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത കൊടുത്തത്? കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ വീണ്ടും സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും, MP-മാർ മത്സരിക്കും, ഹൈക്കമാൻഡ് കീഴടങ്ങി. വി.ഡി. സതീശൻ പറഞ്ഞു സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും. എന്റെ പ്രസിഡന്റായിരുന്ന ആളാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതൃത്വമാക്കിയ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാർത്ത കിട്ടിയത്? എന്ത് മര്യാദകേടാണ് നിങ്ങൾ ചെയ്തത്? ഒരാളും പറഞ്ഞില്ല, അപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴും ഇത് ചർച്ച ചെയ്തിട്ടില്ല. മിനിഞ്ഞാന്ന് രാത്രി 11 മണിക്ക് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനം പറയുന്നത്. അത് അവരുടെ തീരുമാനമാണ്, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. എന്നിട്ട് നിങ്ങൾ മത്സരിക്കുമെന്നും മത്സരിക്കില്ലെന്നും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ സങ്കടം, വിശ്വാസ്യതയുള്ള ചില മുഖ്യധാരാ ചാനലുകൾ കൂടി ഈ വാർത്ത ഏറ്റെടുത്ത് കഴിഞ്ഞ 48 മണിക്കൂർ നിങ്ങൾ അവരെ വ്യക്തിപരമായും നിങ്ങൾ അധിക്ഷേപിച്ചു, അവരെ വിവാദത്തിലാക്കി ചെയ്തു. ഒരു അടിസ്ഥാന ആ വാർത്തയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസ് നേതൃത്വത്തോട് ഞങ്ങൾ മാറി നിൽക്കുക, അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. മിനിഞ്ഞാന്ന് രാത്രി ഈ അവസാനത്തെ ചർച്ച അടക്കുമ്പോൾ ഇത് വരുന്നത്, നിങ്ങൾ കോൺഗ്രസിനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിൽ AKG സെന്ററിൽ നിന്ന് ഞാൻ പറയാണ്, പണം പറ്റുന്ന ചില ചാനലുകൾ കൂടി ആ കൂടെ ഉണ്ട്. അതിന്റെ കൂടെ മുഖ്യധാരാ ചാനലുകൾ കൂടരുത്. AKG സെന്ററിന്റെ ചെലവിൽ കാര്യങ്ങൾ നടത്തുന്ന ചാനലുകൾ കോൺഗ്രസിനെതിരായി UDF-നെതിരായി നടത്തുന്നത് വ്യക്തിപരമായി എനിക്കെതിരെ ഉണ്ട്. അതെനിക്ക് പ്രശ്നമല്ല, എനിക്കതിനൊരു വിഷയമല്ല. എനിക്കതിനെ എന്തു പറഞ്ഞാലും എനിക്കതിനെ നേരിടാനുള്ള ചങ്കൂറ്റവും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിനെയും UDF-നെയും ഇല്ലാത്ത വാർത്തകൾ കൊണ്ട് അധിക്ഷേപിച്ച് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ വാർത്ത കൊണ്ടൊന്നും ഞങ്ങൾ തോക്കൂല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.